ഹലോ ആൾ. ഇന്ന് നമ്മൾ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചാണ് പറയുന്നത്. കേരള PSCയുടെ എല്ലാവിധ പരീക്ഷകളിലും ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികൾ. ക്ലാസ്സിലേക്ക് കിടക്കും മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കൊണ്ടുവന്നത് ആരായിരുന്നു? ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. ഇന്ത്യ ഈ ആശയം കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു, അതായത് USSRൽ നിന്നായിരുന്നു. 1950 മാർച്ച് 15 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളത്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം. ജവഹർലാൽ നെഹ്റു ആയിരുന്നു പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സാശ്രയം എന്നിവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഒന്നുകൂടി പറയാം: സാമ്പത്തിക വളർച്ച, സമത്വം, ആധുനികവൽക്കരണം, സാശ്രയം ഇവയാണ് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് ഓരോ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയാം. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി ഒന്നാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് അവതരിപ്പിക്കുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെയാണ്. ഓർത്തു വയ്ക്കുക, 1951 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖല ഏതായിരുന്നു? കൃഷിക്കായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതിനു പുറമെ ജലസേചനം, വൈദ്യുതീകരണം എന്നീ മേഖലകൾക്ക് കൂടി ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്നു. കാർഷിക പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ടിരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഒരു മലയാളി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിന് പിന്നിലുണ്ടായിരുന്നു. ആരായിരുന്നു അത്? KN രാജ ആയിരുന്നു ആ മലയാളി. ഇദ്ദേഹം തന്നെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കുടുംബാസൂത്രണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. സാമൂഹിക വികസന പദ്ധതി, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സാമൂഹിക വികസന പദ്ധതി 1952 ഒക്ടോബർ 2 ആരംഭിച്ചത്. ഗ്രാമങ്ങളിലെ ഭൗതികവും മാനസികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്, 1953. UGC ആക്ട് പാസാക്കിയ വർഷം 1956 5 IITകൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്ഥാപിതമായത്. നമ്മുടെ കേരളത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്, 1955. 2.1% ആണ് ഒന്നാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. പക്ഷേ 3.6% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് വൻകിട ജലസേചന പദ്ധതികൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്ഥാപിച്ചത്. ഉദാഹരണങ്ങളാണ് ബക്ര നംഗൽ, ഹിരാക്കുഡ്, ദാമോദർ വാലി എന്നിവയൊക്കെ. ഒന്നുകൂടി നമുക്ക് റിവൈൻഡ് ചെയ്യാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികൾ അറിയപ്പെടുന്നതാണ് പഞ്ചവത്സര പദ്ധതികൾ. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല കാർഷിക മേഖലയായിരുന്നു. 1951 ഏപ്രിൽ 1 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 51 മുതൽ 56 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം.
അതുപോലെ കാർഷിക പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ എന്നൊക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു. KN രാജ് എന്ന മലയാളിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. UGC ആക്ട് നിലവിൽ വന്നത്, അതുപോലെ തോട്ടപ്പള്ളി സ്പിൽവേ, 5 IITകൾ, വൻകിട ജലസേചന പദ്ധതികളൊക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് സ്ഥാപിക്കപ്പെട്ടത്. ഇനി അടുത്ത പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.